17 വയസ്സുകൊണ്ട് എന്റെ മോൻ ഞങ്ങളെ ആരാധ്യം ഏറ്റെടുത്ത് ജീവിക്കുന്ന മോനാണ് സംരക്ഷിച്ചോണ്ട് പോയത്. ആ മോൻ ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ എന്ന് പറഞ്ഞാണ് കെട്ടിച്ചു കൊടുത്തത്. അവള് വന്ന് ഈ റൂമിനകത്ത് വന്ന് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. എന്റെ പൊന്നു മോനെ അടിച്ച് എന്റെ മുമ്പായിട്ട 2-3 പ്രാവശ്യം അടിച്ച് 2 ആമ്പിള്ളേരകള് പ്രേമിച്ച് എന്റെ മോനെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ 1 മാസത്തിനിടയിൽ അവള് 2 പേരെ പ്രേമിച്ചു. അവരുമായിട്ട് ശരിക്കും ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെന്റെ മോൻ പോയി ചോദിച്ച് ആ ചോദിച്ചതിലും അവള് കുറ്റപ്പെടുത്തി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ SI ആ പയ്യനെ വിളിച്ച് വരുത്തിയിട്ടാണ് ചോദിച്ചത്. അവൻ സത്യം പറഞ്ഞു. എന്നെ എവള് പറഞ്ഞാണ് ഞാൻ വിളിച്ചത്, മെസ്സേജ് ഇട്ടത്. ഇൻസ്റ്റാഗ്രാമിൽ അവര് ഒരുപാട് അനാവശ്യമായ രീതിയിൽ അവന്റെ കൂടെ കഴിഞ്ഞ രീതി വരെ അവള് പറഞ്ഞിരിക്കണം അവന്റെ അടുത്ത്. എന്റെ പൊന്നോ സഹിക്കാൻ വയ്യാതെ അവളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് അവള് പുറത്തിറങ്ങി വന്നില്ല. അവൻ പറഞ്ഞു ഞാൻ ജീവിക്കൂല. എന്റെ അടുത്ത് പറഞ്ഞു നല്ല ഇഷ്ടമാണ്. ഞാൻ ആദ്യം കെട്ടിയല്ലേ അമ്മ, എനിക്ക് മറക്കാൻ പറ്റണില്ല അമ്മ എന്റെ പൊന്നുമോ എന്റെ അടുത്ത് തലയ്ക്കും തലേ ദിവസം പറഞ്ഞു. അതിനുശേഷമാണ് ഇത് ചെയ്തത്. അവളെ ഉമ്മ ഭർത്താവിനെയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കേസും വഴക്കും പ്രശ്നങ്ങളുമായി ബന്ധം തീർത്ത് ആ ആളിന്റെ നഷ്ടപരിഹാരം വാങ്ങിച്ച് ഒരുപാട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നീടാണ് അറിയപ്പെട്ടത്. ഒരുപാട് ഉപദ്രവിച്ച് എന്റെ മോൻ ഒരുപാട് ഉപദ്രവിച്ച് ഉമ്മയുടെ വാക്കും കേട്ടുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അവനിക്ക് നല്ല വേദനിച്ചിട്ടുണ്ട്. നല്ല വേദന ഉണ്ട്. ആ വിഷമം അവനിക്കുണ്ട്. അവളടുത്ത് പോയി ചോദിച്ച് നീ എന്തിനീ അസ്ന നീ എന്റെ കാര്യങ്ങളെല്ലാം നീ മറ്റൊരുത്തന്റെ പറഞ്ഞത്, നീ എന്തിനീ ഇങ്ങനെ ചെയ്തതെന്ന് ഒരുപാട് പ്രാവശ്യം അവൻ ചോദിച്ചവളടുത്ത്. എന്നിട്ട് അവള് അതൊന്നും അംഗീകരിച്ചില്ല. എന്നിട്ട് ആ പയ്യൻ എല്ലാം സത്യം പറഞ്ഞു. എന്നിട്ട് ഇവളത് സ്വീകരിച്ചില്ല. വനിതാ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തതിന് ശേഷം അവിടെ എല്ലാ റിപ്പോർട്ടും അവിടെയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് വന്നാലും അവളെ ഈ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടണം. എന്റെ മോനിക്ക് നീതി കിട്ടണം. എന്റെ പൊന്നുമോ ഒന്നും തെറ്റും ചെയ്തിട്ടില്ല. എന്റെ പൊന്നുമോനിക്ക് നീതി വേണം. എന്റെ പൊന്നുമോനെ ഒരുപാട് ശിക്ഷിച്ചവര് അത് ഓരോ സ്ഥലത്ത് കൊണ്ട് സ്റ്റേഷനിലെല്ലാം കൊണ്ടുപോയി വേദനിപ്പിച്ച് ഒരുപാട് ഉപദ്രവിച്ച് എന്റെ പൊന്നുമോ സഹിച്ച് അവസാനത്താണ് ഈ സംഭവം അവൻ ഈ നിലയിലെത്തിയത്. ആത്മഹത്യയിലോട്ട് ഇറങ്ങിപ്പോയത്.